എവിടെയോ സെക്രട്ടറി നിങ്ങളുടെ മേയർ കോൺഫറൻസ് കഴിയുമ്പോഴെങ്കിലും എത്തുമോ? ഇപ്പൊ എത്തും സർ, ഓൺ ദ വേ ആണ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോറി, ട്രാഫിക് ജാം കാരണമാണ് ലേറ്റ് ആയത്. ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. എന്നാ നമുക്ക് തുടങ്ങാം. ഇത് മിസ്റ്റർ അനന്തമൂർത്തി, വേസ്റ്റ് മാനേജ്മെന്റിന്റെ കൺസൾട്ടന്റ് ആണ്. ശിവരാമപുരത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പദ്ധതിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 15 കോടി രൂപയുടെ പ്രോജക്റ്റാ. 15 കോടിയോ? നമുക്കെവിടാ സർ അത്രയും പണം? മാഡം, UDBയുടെ കയ്യിൽ ഈ പദ്ധതിക്കുള്ള പണമുണ്ട്. എടോ, അർബൻ ഡെവലപ്മെന്റ് ബാങ്ക്. ഇനി അതും പഠിപ്പിക്കണോ? സർ, 15 കോടി എന്നൊക്കെ പറഞ്ഞ ബാങ്ക് വിശ്വസിക്കുമോ? അതിനുള്ള വേസ്റ്റ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. ഏറിയാലൊരു 30 ടൺ. ആ പറഞ്ഞത് ശരിയാണ്. നമ്മുടെ കൊച്ചിയിലെ മുഴുവൻ ജനങ്ങളും നിരന്നിരുന്ന് മലവിസർജനം നടത്തിയാലും ശരിയാ, ഇത്ര വേസ്റ്റ് ഉണ്ടാവില്ല. നിർത്തടോ. സർ, മാലിന്യത്തെക്കുറിച്ച് പഠിക്കാൻ ഫൗണ്ടേഷൻ ഫോർ സാനിറ്റേഷൻ ഏൽപ്പിച്ചാൽ മതി. അവർ നമുക്ക് 300 ടൺ മാലിന്യമുണ്ടെന്നുള്ള പഠന റിപ്പോർട്ടും അത് കൈകാര്യം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ അതെന്നും പറഞ്ഞുതരും. ഈ 300 ടൺ എന്നൊക്കെ പറഞ്ഞ UDBക്കാരുടെ ഇത്ര പൊട്ടന്മാരാണ്. സർ, ഈ ഫൗണ്ടേഷന്റെ തലപ്പത്തിരിക്കുന്നത് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ബാഹുലയൻ സാറാണ്. അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളും. നമ്മുടെ ലോനപ്സ് ആൻഡ് കമ്പനിയുമായി സഹകരിക്കാൻ ബാങ്കിന് താല്പര്യമുണ്ട്. കമ്പനിയുടെ പ്രപ്പോസൽ ബാങ്ക് അംഗീകരിച്ചിട്ടുണ്ട്. പദ്ധതി നടന്നാൽ 15 കോടി രൂപ വായ്പ ഇനത്തിൽ ബാങ്കിന് ചെലവാക്കാം. പദ്ധതി ചെലവെല്ലാം കൂടി ഒരു 3 കോടി. ബാഹുലയന്റെ സന്നദ്ധ സംഘടനക്ക് ഒരു വിഹിതം, ബാക്കി പാർട്ടിക്ക്. അത് കൊള്ളാം. നമ്മുടെ ഫൈനാൻസുകാർ മൊബൈൽ ഫോൺ വാങ്ങാൻ വായ്പ തരുന്ന പോലെ. അങ്ങനെ പറയരുത്. ഫൈനാൻസുകാർ തരുന്നത് വായ്പ, ബാങ്ക് തരുന്നത് ധനസഹായം. പലിശ സഹിതം തിരിച്ചടക്കേണ്ടത് സംസ്ഥാന സർക്കാർ. പിന്നെന്താ? മിസ്റ്റർ അനന്തമൂർത്തി, താങ്കളെ കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. വിളപ്പിൽ ശാലയിൽ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോ ശവന്തീനികൾ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. കൊള്ളാം. 3 കോടിയുടെ പദ്ധതി പറഞ്ഞ് 15 കോടി ചെലവാക്കി പാവപ്പെട്ടവരുടെ മണ്ണും വെള്ളവും മാനവും നശിപ്പിച്ചിട്ട് ഇപ്പോ അവതാര പുരുഷനായി ഇവിടെ. ഒന്ന് ചോദിക്കട്ടെ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് തന്റെ കമ്പനി തുടങ്ങിയ 18 പദ്ധതികളിൽ 14 പൂട്ടിക്കിട്ടിയില്ലേ? 4 ഉടനെ പൂട്ടും. മേയർ, പണക്കാരുണ്ടാക്കുന്ന മാലിന്യങ്ങൾ പാവപ്പെട്ടവർ ചുമക്കണമെന്ന് പറയാനാവില്ല. മാലിന്യ സംസ്കരണം വീടുകളിൽ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ഈ സേവന മേഖലയിൽ നിന്ന് സർക്കാരിന് ഒഴിഞ്ഞു നിൽക്കാനും പറ്റില്ല. ഇത് സർക്കാരിന്റെ ചുമതലയാണ്. പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞു. പാർട്ടി അത് നടപ്പാക്കും, അതിൽ മാറ്റമില്ല. അതുകൊണ്ട് ആ ലോനപ്സ് ആൻഡ് കമ്പനിയുടെ പ്രപ്പോസൽ അംഗീകരിച്ചേര്. ടെൻഡർ വിളിക്കാതെ നടക്കില്ല സർ. വേണമെങ്കിൽ നിങ്ങളൊക്കെ നടപ്പാക്കിക്കും. ഒരു വിളപ്പിൽ ശാല ശിവരാമപുരത്തും ആവർത്തിക്കാനാണ് ഉദ്ദേശമെങ്കിൽ പാർട്ടിയെ ധിക്കരിച്ച് എനിക്കും പലതും പ്രവർത്തിക്കേണ്ടി വരും. നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊച്ചി കോർപ്പറേഷൻ മേയർ പ്രൊഫസർ ശ്രീലത വർമ്മ രാജിവെച്ചു. തന്റെ രാജി തികച്ചും വ്യക്തിപരമാണെന്ന് ശ്രീലത വർമ്മ പിന്നീട് വാർത്താലേഖകരെ അറിയിച്ചു. അതേസമയം കൊച്ചി നഗരസഭയുടെ പുതിയ മേയറായി സുഗന്ധവല്ലി ജഗന്നാഥൻ സ്ഥാനമേറ്റു. എന്നാൽ മേയറുടെ രാജി പാർട്ടിയുമായുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണെന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അമ്മേ, എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലേ? ഇല്ല മോളെ, അമ്മയാ തോറ്റുപോയത്. നീതിക്ക് വേണ്ടി എന്റെ മോള് പോരാടുമ്പോ അനീതിക്ക് കൂട്ടുനിൽക്കാൻ ഈ അമ്മയ്ക്കാവില്ല. എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴേ മറ്റു ചിലത് കിട്ടൂ. അമ്മയെ നിപ്പോ കേട്ട ഈ വിളി അമ്മയ്ക്ക് നഷ്ടപ്പെട്ടതിനേക്കാളൊക്കെ എത്രയോ വലുതാണ്. എനിക്കെന്റെ മോളെ ഇനി ഒരിക്കലും നഷ്ടപ്പെടാതിരുന്നാ മതി. എടോ കാലുറക്കുന്നില്ലെങ്കിൽ താൻ അവിടെ അങ്ങനെ ചെന്നിരിക്കും. ആര് പറഞ്ഞു ഈ പരശുരാമന്റെ കാലുറച്ചിട്ടില്ലെന്ന്? എന്റെ മാത്രല്ല, ഈ ലോനപ്പം മുതലാളിയുടെ തന്റെ വക്കീലിന്റെ എല്ലാം കാലുറച്ചത് ഇപ്പഴാ. ആ സുഗന്ധവല്ലി മേയർ ആയില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു. പമ്പാരാൻ കറങ്ങണ പോലെ കറങ്ങിയത്. അങ്ങോട്ട് കറങ്ങാൻ പോകുന്നില്ല, ഇരിക്കവിടെ. അത് മാത്രല്ല, പരശു പറയുന്നതിലും കാര്യമുണ്ട്.
അല്ല നമ്മുടെ ഇപ്പോഴത്തെ No, 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 പരശുറാം. യെസ് യെസ് പരശുറാം പറയുന്നതിലും കാര്യമുണ്ട്. മേയറായി അധികാരമേറ്റാൽ ആദ്യം ഒപ്പുവെക്കേണ്ടത് നമ്മുടെ ഫയലായിരിക്കണമെന്ന് അരവിന്ദൻ മന്ത്രി സുഗന്ധവല്ലിയോട് പ്രത്യേകം പറഞ്ഞതാ. ആ അരവിന്ദന് സ്തോത്രം, കൂടെ കർത്താവിനും. കർത്താവിന്റെ കാരുണ്യത്താൽ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നടന്നു. ഉം. പ്ലാന്റ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് മേയർ സുഗന്ധവല്ലി ഇറക്കിയെങ്കിലും അതിന്റെ പുറകെ നടന്ന് മറ്റ് തടസ്സങ്ങളൊക്കെ അങ്ങ് മാറ്റണം. അറിയാലോ, ആ കോർപ്പറേഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം പണ്ടാരം വിഴുങ്ങികളാ. അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും മുതലാളി. എല്ലാം ഞങ്ങള് നോക്കിക്കോളാം. മോന്തിയത് മതിയടാ. ഓ നീങ്ങി വന്നേ. ഇതൊഴിച്ചില്ല. ഡാ, ഡോറാപ്പി, ഇനിയാണ് കളി തുടങ്ങേണ്ടത്. അടുത്ത ചവറ് ലോറി ശിവരാമപുരത്ത് എത്തുന്നതോടെ നീ അവിടെ ഒന്ന് ഇളക്കി മറിക്കണം. അതിന്റെ ആഘാതത്തിൽ സമരവും മുദ്രാവാക്യമൊക്കെ ഉപേക്ഷിച്ച് എല്ലാവനും നാട് വിടണം. പിടി കിട്ടിയോടാ ലോറാപ്പി? ആ കലക്ക്. യേശു നല്ലവൻ, യേശു നല്ലവൻ. മോളൂ, എന്തൊരു വർത്താനോ എന്റെ കൊച്ചെ. ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഇത്രയും ദൂരം ഞാനിവിടെ ഓടിച്ചോണ്ട് വരണോ? ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. അതെ, പിന്നെ ആരും അറിയില്ല കൊച്ചെ, ആ പൊട്ടനും അമ്മൂമ്മയൊക്കെ പോയി. ഇവിടെ ഇപ്പൊ നമ്മള് രണ്ടുപേരും മാത്രമേ ഉള്ളൂ.